بسم الله الرحمن الرحيم ألف لام را كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد الله الذي له ما في السماوات وما في الأرض وويل للكافرين من عذاب شديد الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم فيغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് മുഅ്മിനും മുസ്ലിമും മുത്തഖിയുമായി ജീവിച്ച് മരണപ്പെടാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനം നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ മയ്യത്ത് സംസ്കരണ മുറകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. ഇൻഷാ അല്ലാഹ് വിഷയം അടുത്ത ആഴ്ചകളിൽ തുടരുന്നതാണ്. ഇന്ന് മറ്റൊരു വിഷയം സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇവിടെ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയതിൻ്റെ കാരണം മരണാനന്തരം അല്ലാഹുവിൻ്റെ കോടതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു, അതിനനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിച്ചിരുന്നു എന്ന് പറയാൻ സാധിക്കുവാനും അവസാനം ലക്ഷ്യം നേടിയ മനുഷ്യന് അല്ലാഹു നൽകുന്ന അനുഗ്രഹമായ സ്വർഗത്തിൽ പ്രവാചകന്മാരോടൊപ്പം പുണ്യവാന്മാരോടുകൂടെ സുഖസുന്ദരമായൊരു ജീവിതം നയിക്കണമെന്ന ഒരേ ഒരു ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വെള്ളിയാഴ്ചകളിൽ ഒരുമിച്ച് കൂടുന്നത്. നമുക്കറിയാം, നാം എല്ലാവരും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു നാളിൽ പറയാൻ പറ്റാത്ത ഒന്നുമല്ലാത്തൊരവസ്ഥ അവന് കഴിഞ്ഞുപോയിരുന്നു.
പിന്നീട് പിതാവിൻ്റെ ഒരു ബീജഗണവും മാതാവിൻ്റെ ഒരു അണ്ഡവുമായി സംയോജിച്ച് കാലക്രമേണ വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നു വന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ നമ്മൾ വളരുന്നു. ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹു ജാതി നോക്കാതെ മതം നോക്കാതെ നൽകി. മനുഷ്യനൊന്നടങ്കം നൽകി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹജ്ജിന്റെ 5-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ് പുനർജീവിതത്തിൽ സംശയമുള്ള മനുഷ്യ, നിങ്ങളങ്ങനെ സംശയിക്കുന്നുവെങ്കിൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ, തീർച്ചയായും നിങ്ങളെ ഞാൻ മണ്ണിൽ നിന്നാണ്, മണ്ണിന്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ആദിമ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം മണ്ണിൽ നിന്നാണ്, നമുക്കറിയാം. സുമ്മ മിൻ നുത്ഫ സുമ്മ മിൻ അലഖത്തിൻ, പിന്നീട് ഒരു നുത്ഫ, ഒരു ബീജഗണവും, പിന്നീട് അതേപോലെ തന്നെ ഒരു മാംസക്കഷ്ണവും, സുമ്മ മിൻ മുളഅത്തിൻ മുഹല്ലഖത്തിൻ വഗൈറ മുഹല്ലഖത്തിൻ, വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്തതും പറ്റുന്നതുമായ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആ ഒരവസ്ഥ നിങ്ങൾക്ക് മാതാവിൻ്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞുപോയി. അങ്ങനെയായിരുന്നു നിങ്ങൾ. ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാ, പിന്നീടൊരു നിശ്ചിത കാലം, നാം ഉദ്ദേശിക്കുന്ന കാലം മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിങ്ങൾ കഴിച്ചുകൂട്ടി. ഇല അജലിം മുസമ്മ സുമ്മ മിൻ നുഖ്രിജുക്കും തിഫ്ല, അവിടെ നിന്നൊരു കുട്ടിയായി നിങ്ങൾ പുറത്തു വന്നു. സുമ്മ ലിതബ്ലുഉ അശുദ്ധക്കും, പിന്നീട് നിങ്ങൾക്ക് ശക്തിയുണ്ടായി, പ്രായപൂർത്തിയായി, ആ ഒരു അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള മനുഷ്യന്റെ അവസ്ഥ അവിടെ അള്ളാഹു വിശദീകരിക്കുകയാണ്. കേവലം മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒന്നുമല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്ന സമയത്ത് നമ്മെക്കുറിച്ച് കൃത്യമായി അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമായിരുന്നു. റബ്ബിൻ്റെ അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച്, അവന് മാത്രം അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, വയഅലമു മാഫിൽ അർഹാം, ഗർഭത്തിലുള്ള ആ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിയുന്നവൻ അവൻ മാത്രമാണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തു വന്നപ്പോൾ നമുക്കൊന്നും അറിയുമായിരുന്നില്ല. നമ്മളൊക്കെ 20, 30, 50, 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി ലോകത്തേക്ക് പുറത്തു വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയുമായിരുന്നില്ല. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു പുറത്തു കൊണ്ടുവന്നത്? ലാ തഅലമൂന ശൈഅൻ, നിങ്ങളൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ, ഒന്നും നിങ്ങൾക്കറിയുമായിരുന്നില്ല. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, എന്നിട്ടവൻ നിങ്ങൾക്ക് കണ്ണുകളും കാതുകളും ചിന്തിക്കുവാനുള്ള ഹൃദയവും നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, എന്തിനാണിത് നൽകിയത്? നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്ന ഒരുപാട് മൃഗങ്ങൾക്ക്, ജീവികൾക്ക് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്. പക്ഷെ ആ കണ്ണുകൾ കൊണ്ട് കൃത്യമായി കണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ, കൃത്യമായി ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് മറ്റുള്ള ജീവജാലങ്ങൾക്ക് അല്ലാഹു നൽകിയില്ല, മനുഷ്യർക്ക് മാത്രം നൽകി. അതുകൊണ്ട് തന്നെ തന്നെക്കാൾ എത്രയോ ഇരട്ടി ശക്തിയും കഴിവുമുള്ള മൃഗങ്ങളുണ്ടായിട്ട് അവരെ അതിജയിക്കുവാനും അവരെ കീഴ്പ്പെടുത്തുവാനും എല്ലാറ്റിൻ്റെയും മുകളിൽ ഉയർന്നു നിൽക്കുവാനും മനുഷ്യനെന്ന ജീവിക്ക് പ്രത്യേകമായ ഒരു കഴിവ് അല്ലാഹു നൽകി. വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു ഈ ബുദ്ധിയും ഇതുപോലുള്ള കാര്യങ്ങൾ നൽകിയത്? മറ്റു ജീവികളെപ്പോലെ ജീവിച്ച് സുഖിച്ച് ഭക്ഷണം കഴിച്ച് ഭോഗിച്ച് ആനന്ദിച്ച് അവസാനം ചത്തുടുങ്ങി മണ്ണിനോട് ചേർന്ന് പോകാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം. മറിച്ച് അവന്റെ ജീവിതത്തിന്റെ കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. അവന് തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവ് നേടിയിട്ട് അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തണം എന്നുള്ളതാണ്. എന്താണ് ആ ലക്ഷ്യം? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം, അവനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പല ആവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം തിരിച്ചറിയുന്ന മനുഷ്യൻ അവൻ വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്ന് തന്റെ സൃഷ്ടാവിനെ അവൻ കാണുകയാണ്. തന്റെ സൃഷ്ടാവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കുകയാണ്. ആകാശത്തെ കാണുമ്പോൾ, ഭൂമിയെ കാണുമ്പോൾ, സൂര്യനക്ഷത്രാദികളെ കാണുമ്പോൾ,
ചുറ്റുപാടുകളെ, ജീവജാലങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്ത അവന് വരുന്നു. മറ്റു ജീവജാലങ്ങളിലെല്ലാം ജന്മന അള്ളാഹു, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ശുക്ർ ചെയ്യുവാനും സുജൂദ് ചെയ്യുവാനും അവന് തസ്ബീഹ് നടത്തുവാനുമുള്ള ഒരു നിർബന്ധിത അവസ്ഥ നൽകിയെങ്കിൽ മനുഷ്യനെ ചിന്തിച്ച് പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടെത്തിക്കൊണ്ട് അവന് ഇബാദത്ത് നൽകണമെന്ന ഒരു സ്വാതന്ത്ര്യം അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കും, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കും. ഇന്നഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അവർ ബുദ്ധിയുള്ള മനുഷ്യർ ആകാശത്തെ കാണുമ്പോൾ, ഭൂമിയെ കാണുമ്പോൾ, അള്ളാഹുവിന്റെ ഇതുപോലുള്ള സൃഷ്ടിപ്രപഞ്ചത്തിലെ അതിഗംഭീരമായ അത്ഭുതങ്ങളെ കുറിച്ച് കാണുമ്പോൾ അവൻ ഓർത്തുപോകും. യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവരാണവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കും. റബ്ബന, അവർ പറയും, മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് സുബ്ഹാനക്, നീ പരമപരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, ഇതെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന നാഥ നീ തന്നെയാണ് പറയുന്നത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ നരകമുണ്ട് എന്നും ആ നരകത്തിൽ കത്തിയെരിയുന്ന ഒരു അവസ്ഥ മനുഷ്യരുണ്ട് എന്നും നാഥ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഈ ബുദ്ധിയുള്ള മനുഷ്യൻ, ലക്ഷ്യം തിരിച്ചറിഞ്ഞ മനുഷ്യൻ അവൻ പ്രാർത്ഥിക്കും, അവൻ പറയും. അവൻ അവന്റെ ശരീരത്തെക്കുറിച്ച് ആലോചിക്കും. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ ആലോചിക്കട്ടെ തന്റെ ശരീരം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. യാ അയ്യുഹൽ ഇൻസാനു മാ അഗറക ബിറബ്ബിക്കൽ കരീം, റബ്ബിന്റെ വിഷയത്തിൽ, തന്റെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ കാര്യത്തിൽ മനുഷ്യ നീ എങ്ങനെയാണ് വഞ്ചിതനാകുന്നത്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അവൻ നിന്നെ സൃഷ്ടിച്ച് കൃത്യമായ ഒരു രൂപം നിനക്ക് നൽകി, വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നിനക്ക് നൽകി, ഹിദായത്ത് കാണിച്ചു തന്ന നാഥന് എങ്ങനെയാണ് നീ നന്ദികേട് കാണിക്കുക? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അവൻ ചുറ്റുപാടിലേക്ക് നോക്കും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നീ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് റബ്ബിനെ കണ്ടെത്താൻ പറ്റും. നീ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? ആകാശത്തെ അള്ളാഹു എങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്, അവിടെ നിനക്ക് നിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ പറ്റും. നീ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? എങ്ങനെയാണ് ഭൂമിയെ വിധാനിച്ചിരിക്കുന്നത്, പർവ്വതങ്ങളെ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്, അതിനെ നാട്ടി നിർത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ഓരോന്നിനെക്കുറിച്ചും, റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഇതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് ലക്ഷ്യം തിരിച്ചറിഞ്ഞ മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ, വഹയിലൂടെ അവനെക്കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ അവൻ പഠിക്കാൻ ശ്രമിക്കും. പ്രപഞ്ച സൃഷ്ടാവിനെ, പ്രപഞ്ചത്തിലെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരിലൂടെ, വഹയിലൂടെ അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി അവൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എന്താണ് അവനെക്കുറിച്ച് പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്, അവൻ ഏകനാണ്. ഏതൊക്കെ വിഷയത്തെക്കുറിച്ച് ഒരാളെക്കുറിച്ച് പറയാൻ പറ്റുമോ ആ വിഷയത്തിൽ മുഴുവൻ, സത്തയിലാവട്ടെ, വിശേഷണങ്ങളിലാവട്ടെ, ഗുണങ്ങളിലാവട്ടെ, ഏതേത് കാര്യങ്ങളിലാവട്ടെ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്, ഒന്നിനെയും ആശ്രയിക്കാതെ എല്ലാം ആശ്രയിക്കുന്ന, എല്ലാം അടങ്ങുന്ന, എല്ലാം സമ്പൂർണമായി എന്തൊക്കെയുണ്ട് എന്നവന് പറഞ്ഞുവോ ആ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി സമ്പൂർണതയുള്ള ആ നാഥൻ അവൻ സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവന് സന്താനങ്ങളില്ല, അവന് മക്കളില്ല, അവനൊന്ന് പറയാൻ ഒരു മക്കളോ മകളോ മകനോ ഒന്നും തന്നെയില്ല. വലം യൂലദ്, അവനൊരിക്കലും ജനിച്ചവൻ തന്നെയല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ഒന്ന് പറയാൻ മറ്റൊന്നും തന്നെയില്ല. ആ രൂപത്തിൽ വഹയിൽ നിന്ന് അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കും. ഇങ്ങനെ മനസ്സിലാക്കുന്ന ലക്ഷ്യമറിഞ്ഞ മനുഷ്യൻ തന്റെ ജീവിതം അവന് സമർപ്പിക്കലാണ് എന്റെ ബാധ്യത എന്ന് തിരിച്ചറിയും. മനുഷ്യൻ തിരിച്ചറിയും. ആ തിരിച്ചറിയുന്നതോടുകൂടി തന്നെ തന്റെ മുഴുവൻ ജീവിതവും അവന് സമർപ്പിക്കുകയാണ്. കാരണം തന്റെ ആ സങ്കടങ്ങൾ പറയാൻ, തന്റെ പ്രയാസങ്ങൾ പറയാൻ, തന്റെ ഇബാദത്തുകൾ അർപ്പിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹതയുള്ളവൻ അവനാണ് എന്ന്
യഥാർത്ഥ ബുദ്ധിയുള്ള ചിന്തയുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞ മനുഷ്യൻ അവൻ മനസ്സിലാക്കും. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുൻഗാമികളെ ആരൊക്കെ ആരാധിക്കപ്പെടുന്നവരുണ്ട് അവരെ മുഴുവൻ സൃഷ്ടിച്ച ശ്രീരാമൻ, യേശുക്രിസ്തു, കന്യാമറിയം, മുഹമ്മദ് നബി, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നല്ല, ലോകത്ത് ആരാധിക്കപ്പെടുന്നവരും അല്ലാത്തവരുമായ ആരൊക്കെയുണ്ടോ അവരെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ, തിന്മയെ നിങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണമെന്തേ? എന്താണ് അവനെ ആരാധിക്കണമെന്ന് പറയാനുള്ള ന്യായം? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല ലക്കും മിനൽ മാ വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ 21-ാമത്തെ വചനം. അവനാണ് ഭൂമി, അത് ഉരുണ്ടതാണ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു വിരിപ്പ് കണക്കെ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഒരു വിരിപ്പ് കണക്കെ ഭൂമിയാക്കിയവൻ അവൻ മാത്രമാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കൂരയായി നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചവൻ അവനാണ്. വഅൻസല ലക്കും മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും, വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ കാരണം കൊണ്ട് ഭൂമിയിൽ നിന്ന് ഫലവർഗ്ഗങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നവൻ അവനാണ്. ഫലാ തജഅലു ലില്ലാഹി അൻദാദ, ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ? ആകാശം പടച്ചത് അല്ലാഹുവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഭൂമിയെ വിധാനിച്ചവൻ അവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കുള്ള ഭക്ഷണം നൽകുന്നവൻ സിട്ടാവായി അല്ലാഹുവാണെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, ഫലാ തജഅലു ലില്ലാഹി അൻദാദ, അവന് നിങ്ങൾ ഒരിക്കലും സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ. ഇത് മനസ്സിലാക്കിയ മനുഷ്യൻ ഒരിക്കലും തന്നെ അവന് സമന്മാരെ ഉണ്ടാക്കുന്നില്ല, അവനല്ലാത്ത മറ്റൊരാളിലേക്ക് ആരാധനകൾ അർപ്പിക്കുന്നില്ല. അങ്ങനെ ആരാധനകൾ അർപ്പിക്കാതെ അവന് മാത്രം ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചു അവനെപ്പോലെയെന്ന് മറ്റൊരുത്തരെ കുറിച്ച് ചിന്തിക്കാതെ അവന് നൽകേണ്ട സ്ഥാനം അവന് മാത്രം നൽകി ജീവിക്കുന്ന ഈ മനുഷ്യൻ, അവന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു. കാരണമെന്തേ? തന്റെ ചുറ്റുപാടുള്ള ആളുകൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, തന്റെ ഇബാദത്തുകൾ അർപ്പിക്കുന്ന മറ്റൊരുപാട് സൃഷ്ടികളുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ മനുഷ്യൻ മനസ്സിലാക്കി. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു, ഒരിക്കലും തന്നെ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർളി ഷൈഅ, ആകാശത്തിലോ ഭൂമിയിലോ ഒരു ആഹാരം എന്തെങ്കിലും ഒന്ന് അവർ അധീനപ്പെടുത്തിയിട്ടില്ല. വഹും ലാ യസ്തതിഊൻ, അവർക്കൊന്നിനും സാധ്യമല്ല. അങ്ങനെ ഒന്നിനും സാധ്യമല്ലാത്ത, ആകാശഭൂമികളിൽ ഒന്നും അധീനപ്പെടുത്താത്ത സൃഷ്ടികളെ ആരാധിക്കപ്പെടുന്ന ഒട്ടനേകം ആളുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ കഴിവുകളുമുള്ള സൃഷ്ടാവിനെ ആരാധിക്കുന്നവന് സ്വാഭാവികമായും ആത്മവിശ്വാസവും അവന്റെ മനസ്സിന് സമാധാനവും ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന് ഇബാദത്തുകൾ അർപ്പിക്കുന്ന മനുഷ്യൻ, അവന്റെ മനസ്സിന് അള്ളാഹു സമാധാനം നൽകുന്നു, അവന് നിർഭയത്വം നൽകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ 82-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, ഒരാൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസം വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ ദുൽമ് അഥവാ ശിർക്ക് കലരാതെ ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് അംനുള്ളത്, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ യഥാർത്ഥ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അവരുടെ മനസ്സിന് നിർഭയത്വമുണ്ടാകും, സമാധാനമുണ്ടാകും, അയാൾക്ക് ഭയമുണ്ടാകുന്നില്ല. അയാളുടെ ജീവിതത്തിൽ ഏതേത് പ്രയാസങ്ങൾ വന്നാലും അയാൾക്ക് യാതൊരു പ്രയാസവും അതുകൊണ്ട് തോന്നുന്നില്ല. കാരണം എന്താണ്? പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്റെ രക്ഷിതാവിന്റെ തീരുമാനമാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു, പരീക്ഷണങ്ങളാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വഹിയിലൂടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം അയാൾ പഠിക്കുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം അയാൾ പഠിച്ചു. രോഗം വന്ന് ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ ഉണ്ടായി, എല്ലാം വിട്ടൊഴിഞ്ഞ്, എല്ലാവരും വിട്ടൊഴിഞ്ഞു, ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഒരു പ്രവാചകൻ, ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞൊരു പ്രവാചകനത തന്റെ റബ്ബിൽ ഭരമേൽപ്പിക്കുകയാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 83-ാമത്തെ വചനം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം നീ ഓർക്കണം, ഖുർആൻ വായിക്കുന്നവർ ഓർക്കണം. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? റബ്ബേ, എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട്, നീ എന്നെ രക്ഷിക്കണേ, നീ കാരുണ്യവാനാണ് എന്ന് അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഇയാളുടെ മനസ്സിലുണ്ട്. അയാൾക്ക് പ്രയാസങ്ങളില്ല, അയാൾക്ക് വെപ്രാളങ്ങളില്ല. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോ,
ജീവിതത്തിൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അയാൾ മതിമറക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല. കാരണമെന്തേ? അയാൾ അള്ളാഹുവിന്റെ വഹിയിൽ നിന്ന് പഠിച്ചു. സന്തോഷങ്ങൾ ഉണ്ടായപ്പോ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ അഹങ്കാരിയായി ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ, ഖാറൂനിന്റെ കഥ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹു കണക്കില്ലാത്ത സമ്പത്ത് അയാൾക്ക് നൽകിയപ്പോ ആ സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് ജീവിച്ച ആ മനുഷ്യനെ ഭൂമിയിലേക്ക് അയാളുടെ കൊട്ടാരവുമായി താഴ്ത്തിക്കളഞ്ഞ ചരിത്രം പഠിച്ച ഈ മനുഷ്യൻ ഒരിക്കലും തന്നെ അഹങ്കാരിയാകുന്നില്ല. മറിച്ച് അയാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നു. അയാൾ പ്രഖ്യാപിക്കുന്നു ഹാദാ മിൻ ഫദ്ലി റബ്ബി. കാരണമെന്തേ? അദ്ദേഹം പഠിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോ, അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോ എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും അള്ളാഹുവേ ഇതെല്ലാം നിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അയാൾ ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഇയാളുടെ മനസ്സിന് പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, സമാധാനത്തോടു കൂടി അയാൾ മുന്നോട്ട് പോകുന്നു. എന്ന് മാത്രമോ അയാളുടെ ജീവിതത്തിൽ ഏതേത് രൂപത്തിലും അയാളുടെ ചിന്ത എന്താണ്? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ അൽഹുന്ന മുംസിക് കാശിഫാത്തു ദുർരിഹി. ആരെങ്കിലും എനിക്കെന്റെ റബ്ബ് ഒരു ദുർറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിത്തരാൻ മറ്റാരുമില്ല എന്ന ചിന്ത അയാൾക്കുണ്ട്. എന്റെ റബ്ബ് എനിക്കൊരു ദുർറ് ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കാൻ മറ്റൊരു മനുഷ്യനുമില്ല. ഇത് അയാളുടെ വിശ്വാസമാണ്. എന്ന് മാത്രമോ ഇന്നറാദനി ബിറഹ്മത്തിൻ ഹൽഹുന്ന മുംസികാത്തു റബ്ബിഹി റഹ്മത്തിഹി. എന്റെ റബ്ബ് റഹ്മത്ത് എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ റഹ്മത്തിനെ പിടിച്ചു നിർത്താൻ മറ്റൊരു ശക്തിക്കും ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് എന്റെ റബ്ബ് നൽകിയ ഒരു അനുഗ്രഹത്തെ തടഞ്ഞു നിർത്താമെന്ന് ആരുദ്ദേശിച്ചാലും അത് നടക്കുന്നില്ല. ഇത് ഇയാളുടെ നടക്കുകയില്ല. ഇത് ഇയാളുടെ വിശ്വാസമാണ്. അയാൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്നു ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലു അൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ളവൻ ഭരമേൽപ്പിക്കുന്നവർക്ക് റബ്ബാണ്. ഇത് അയാളുടെ വിശ്വാസം. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. എന്ത് ഗുണം എനിക്ക് കിട്ടിയാലും അത് എന്റെ റബ്ബിൽ നിന്നാണ്. അത് തടയാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. ഈ വിശ്വാസം അയാളുടെ മനസ്സിലുണ്ടാകുന്നു. അങ്ങനെ അയാൾ സമാധാനപൂർവ്വം മുന്നോട്ട് പോകുന്നൊരവസ്ഥ. ബീജഗണമായിരുന്ന ഈ മനുഷ്യൻ ഭൂമിയിൽ വന്നുകൊണ്ട് തന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ആദ്യമായി അയാൾ ചെയ്യുന്ന കാര്യമിതൻ, റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവനെ ഇബാദത്തുകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അതോടൊപ്പം തന്നെ അയാൾ മനസ്സിലാക്കുന്നു ഞാൻ റബ്ബിന്റെ വഹീനെ പിൻപറ്റേണ്ടവനാണ്. ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ മനസ്സിലാക്കും റബ്ബിന്റെ വഹീനെ പിൻപറ്റേണ്ടത് എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കലാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ ജീവിതത്തിന്റെ മാതൃകയെന്ന് അയാൾ മനസ്സിലാക്കുന്നു. കാരണം അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പരലോകത്തിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യരാണെങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പഠിപ്പിച്ചു. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ആർക്ക്? അള്ളാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്തിൽ അന്ത്യനാളിൽ വിശ്വാസമുള്ള, അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ട്. ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അയാൾ തീരുമാനിക്കുന്നത് അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് കാര്യത്തിന് ഞാൻ സാക്ഷിയാണ്. എന്റെ ജീവിതം, എന്റെ വസ്ത്രധാരണം, എന്റെ സംസാരം, എന്റെ ഇടപാടുകൾ, എന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളും അതിന് സാക്ഷിയാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഇത് പ്രഖ്യാപിച്ച മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആരാധനകൾ ക്രമീകരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂഹു. മുഹമ്മദ് നബി എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്ന് വിരോധിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഇത് അയാൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുന്നു. നമസ്കരിക്കുന്ന സമയത്ത് അയാൾ നമസ്കരിക്കുന്നു. എങ്ങനെ? മുഹമ്മദ് നബി നമസ്കരിച്ചതുപോലെ. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരു ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഏത് രൂപത്തിലാണോ പ്രവാചകന്റെ ഓരോ ചലനങ്ങളും ഉണ്ടായിരുന്നത്, പ്രവാചകൻ കൈകെട്ടിയത് എവിടെയാണോ, പ്രവാചകൻ എവിടേക്കാണോ നമസ്കാര സമയത്ത് നോക്കിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദും റുകൂഉം ഏത് രൂപത്തിലാണോ അത് രേഖപ്പെടുത്തിയ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി ആ രൂപത്തിലാക്കാൻ അയാൾ ശ്രമിച്ചു. അങ്ങനെ ജീവിതത്തിൽ മുഴുവൻ ആ പ്രവാചകനെ പിൻപറ്റിയെന്ന് മാത്രമല്ല, ആ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിച്ചു.
തന്റെ കുടുംബത്തെക്കാൾ, തന്റെ ഭാര്യയെക്കാൾ, തന്റെ മക്കളെക്കാൾ മകൻ പറയുന്നൊരു വിഷയം പ്രവാചകൻ പറഞ്ഞതിനെതിരാണെങ്കിൽ, പിതാവ് പറഞ്ഞൊരു കാര്യം പ്രവാചകൻ പറഞ്ഞതിനെതിരാണെങ്കിൽ ഒരിക്കലും അയാൾ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണമെന്ത്? അയാൾ സ്നേഹിക്കുന്നത്, അയാൾ പിൻപറ്റുന്നത്, അയാൾ മാതൃകയാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി അയാൾ ജീവിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിലെ കടന്നുവരുന്ന തിന്മകളെക്കുറിച്ച് അയാൾക്ക് ഭയമുണ്ടാകും. അയാൾ മുത്തഖിയാകാൻ ശ്രമിക്കും. ഒരിക്കലും തന്നെ തന്റെ ജീവിതത്തിൽ തിന്മ വരരുത് എന്നയാൾ കൃത്യമായ ചിന്ത അയാൾക്കുണ്ടാകും. കാരണം അയാൾ ലക്ഷ്യം തിരിച്ചറിഞ്ഞ മനുഷ്യരാണ്. തിന്മകളെക്കുറിച്ച് അയാൾക്ക് ഭയപ്പാടുണ്ട്. തിന്മകൾ ചെയ്താൽ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് തിരിച്ചറിവുണ്ട്. ആ മനുഷ്യനത ഒരു നടന്നു നീങ്ങുന്ന വഴിയിൽ കുപ്പിച്ചില്ലുകളും ചപ്പുചവറുകളും ഉണ്ടെങ്കിൽ ഏത് രൂപത്തിലാണോ നടന്നു നീങ്ങുന്നത്, ഏത് രൂപത്തിലാണോ തന്റെ കാൽപ്പാടുകൾ വെക്കുന്നത്, ആ രൂപത്തിൽ തന്റെ ജീവിതത്തിൽ തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ചുറ്റുപാടുകളിലും കാണുന്നത് മുഴുവൻ ഹറാമാണെങ്കിലും കേൾക്കുന്നത് മുഴുവൻ ഹറാമാണെങ്കിലും ഹറാമിന്റെ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ടെങ്കിലും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഹറാമ് ചെയ്യുവാനുള്ള ഒരവസരമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും അയാൾ സൂക്ഷിച്ച് തന്റെ ഓരോ കാൽപ്പാടുകളും മുന്നോട്ട് വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം പരമാവധി മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് അയാൾ മുന്നോട്ട് പോകും. അങ്ങനെ അയാൾ ഒരു തഖ്വയുള്ള മുത്തഖിയായി മാറും. ഒന്നാമതായി അയാൾ മുഅ്മിനായി, രണ്ടാമതായി അയാൾ മുത്തബിയായി, മൂന്നാമതായി മുത്തഖിയായി ജീവിക്കുകയാണ്. മുത്തഖിയായി ജീവിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്ന ഈ കാര്യം, ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ഈ കാര്യം, ഞാൻ പിൻപറ്റിയിട്ടുള്ള ഈ കാര്യം, ഞാൻ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥ, അത് കാരണം പ്രയാസങ്ങളുണ്ട് എങ്കിലും, അത് കാരണം ആളുകൾക്ക് വെറുപ്പുണ്ട് എങ്കിലും, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ എന്തേത് പ്രതിസന്ധികളുണ്ട് എങ്കിലും ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹു മാർഗം എളുപ്പമാക്കി കൊടുക്കും. അവൻ ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ അല്ലാഹു മതി. ഈ വചനങ്ങൾ അയാളെ പിടിച്ചു നിർത്തും. അയാൾ തഖ്വയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അയാൾ മുന്നോട്ട് പോകും. മുത്തഖിയായി ഈ കാര്യങ്ങൾ ഈ രൂപത്തിൽ ചെയ്തുകൊണ്ട് അയാൾ ജീവിക്കുന്ന ആ സമയത്ത് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഒരു നന്മ പ്രവർത്തിക്കുമ്പോൾ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ, അയാളുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ്. ഏതാണ് ചിന്ത? എന്താണ് ചിന്ത? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം, റബ്ബിന്റെ വജ്ഹ് കാണുക, ആ ഒരു ചിന്ത മാത്രം, മറ്റൊരു ചിന്തയുമില്ല. ദുനിയാവിൽ ഈ പ്രവർത്തനങ്ങൾ അയാൾ പ്രവർത്തിക്കുമ്പോൾ, തന്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യം നേടിയെടുക്കണമെന്ന ചിന്ത അയാൾക്ക് ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ആളുകൾ എന്നെ പുകഴ്ത്തണമെന്ന ചിന്തയില്ല, പ്രശസ്തിയില്ല, പ്രശസ്തി ലഭിക്കണമെന്ന ചിന്തയില്ല. ആ രൂപത്തിൽ റിയാ ഇല്ലാതെ, സുമഅത്തില്ലാതെ, മറ്റൊരു കാര്യങ്ങളുമില്ലാതെ, ദുനിയാവിന്റെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന ചിന്തയില്ലാതെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ മനുഷ്യൻ സ്വാഭാവികമായും അയാളുടെ മതം മുഴുവൻ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയണം മനുഷ്യരെ, മതം അത് അള്ളാഹുവിന് ഖാലിസാണ്. ഈ വാക്ക് അയാൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തി. അങ്ങനെ അയാൾ ഒരു മുഖലിസാകുന്നു. മുഅ്മിനായ മനുഷ്യൻ, മുത്തബിയായ മനുഷ്യൻ, മുത്തഖിയായ മനുഷ്യൻ അവസാനം മുഖലിസായിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ജീവിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വീണ്ടും അതാ ചിന്തയുണ്ടാകുന്നു, എന്റെ പ്രവർത്തനങ്ങളൊക്കെ റബ്ബ് കാണുന്നുണ്ട്. ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും ഞാൻ നമസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നാൽ എന്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ റബ്ബിനെ ഞാൻ കാണുന്നു എന്ന രൂപത്തിലാണ് ഞാനത് ചെയ്യേണ്ടത്. ഞാൻ സക്കാത്ത് നൽകുമ്പോൾ എന്റെ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ നൽകുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിനെ ഞാൻ കാണുന്നു എന്ന രൂപത്തിലാണ് ഞാനിത് ചെയ്യേണ്ടത്. ഈ ചിന്ത അയാളുടെ മനസ്സിലുണ്ടാകുന്നു, ഇഹ്സാൻ ഉണ്ടാകുന്നു. ആ ഇഹ്സാനിന്റെ മർത്തബയിൽ മുഹ്സിനായിക്കൊണ്ട് അയാൾ ഇബാദത്തുകൾ ചെയ്യുന്നു. അങ്ങനെ അയാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതകാലത്ത് അയാൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നന്മയായി മാറുകയാണ്. രാവിലെ അയാൾ എഴുന്നേൽക്കുന്നത് അയാളുടെ നന്മ പുസ്തകത്തിൽ, കർമ്മപുസ്തകത്തിൽ ഒരു നന്മ രേഖപ്പെടുത്തുകയാണ്. എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ കർമ്മപുസ്തകത്തിൽ അതാ ഒരു നന്മ രേഖപ്പെടുത്തി. അവിടെ നിന്ന് എഴുന്നേറ്റ് അയാൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ആ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ആ ബാത്റൂമിൽ പോകുന്ന കാര്യം അവിടെ നന്മ രേഖപ്പെടുത്തി. അവിടെ പ്രാർത്ഥന നന്മ രേഖപ്പെടുത്തി. പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നന്മ രേഖപ്പെടുത്തി. അയാൾ പള്ളിയിലേക്ക് ഒതുവെടുക്കുന്ന സമയത്തുള്ള നന്മകൾ ധാരാളം രേഖപ്പെടുത്തി. ഒതുവിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ നന്മകൾ രേഖപ്പെടുത്തി. പള്ളിയിലേക്ക് നടന്നു പോകുന്ന സമയത്തുള്ള പ്രാർത്ഥന, ആ നടന്നു പോകുന്ന സമയത്തുള്ള കാൽപ്പാടുകൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, പള്ളിയിൽ ചെന്നിട്ട് അവിടെ തഹിയ്യത്ത് നമസ്കരിക്കുമ്പോഴുള്ള ആ ഒരു പ്രതിഫലം, ഇങ്ങനെ അയാളുടെ ജീവിതം രാവിലെ എഴുന്നേറ്റത് മുതൽ
രാത്രി കിടന്നുറങ്ങുന്നത് വരെ, അതിനിടയിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ, ഏതുവരെ തന്റെ ഭാര്യയുമായി തന്റെ ശാരീരിക ആവശ്യം നിർവഹിക്കുന്ന, തന്റെ ഇണയുമായി ശാരീരിക ആവശ്യം നിർവഹിക്കുന്ന ആ കാര്യം പോലും ഒരു നന്മയായി രേഖപ്പെടുത്തുകയാണ് അല്ലാഹു. ഈ ലക്ഷ്യം തിരിച്ചറിഞ്ഞ മനുഷ്യന്റെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനമത ഒരു നന്മയായി രേഖപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ രൂപത്തിൽ ജീവിതം മുഴുവൻ അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവിൽ ഏതേത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ നന്മയായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു മനുഷ്യൻ, ഭൂമിയിൽ അയാൾ മുഅ്മിനായി സമാധാനചിത്തനായി ഈ രൂപത്തിൽ ജീവിക്കുകയും അതോടൊപ്പം തന്നെ താൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും തന്റെ കർമ്മപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും നന്മയായി രേഖപ്പെടുത്തുകയും അതിനിടയിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട്, ചുറ്റുപാടുകളുടെ അവസ്ഥകൾ കൊണ്ട്, പ്രായത്തിന്റെ ചാബല്യം കൊണ്ടൊക്കെ അറിയാതെ വന്നുപോകുന്ന സ്വാഭാവികമായും പൈശാചികമായ പ്രേരണകൾ നിമിത്തം, തന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിന്റെ പ്രേരണ നിമിത്തമൊക്കെ വന്നുപോകുന്ന തിന്മകൾ, സ്വാഭാവികമായും ഉണ്ടാകുന്ന തിന്മകൾ ഈ നന്മകൾ കൊണ്ട് അല്ലാഹു മായ്ക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അല്ലാഹുവിലേക്ക് അയാൾ ഖേദിച്ചു മടങ്ങുന്നു, അത് അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ലക്ഷ്യം തിരിച്ചറിയുന്ന മനുഷ്യൻ അവസാനം ഈ ഭൂമിയിൽ നിന്ന് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു രംഗം നമുക്കറിയാം. മരണം അയാൾ ചിന്തിച്ചിരുന്നു, അയാൾ ഓർത്തിരുന്നു. കാരണം അയാൾ വഹിയിൽ നിന്ന്, തന്റെ പ്രവാചകനിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന്. കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. സലഫുകൾ സ്വന്തത്തോട് പറയുന്ന കാര്യം വാള് പറയേണ്ട ആവശ്യമില്ല, പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ല, നിന്റെ മരണത്തെക്കുറിച്ച് നീ ഓർത്താൽ മതി. അക്സിറു ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാവിധ സുഖസൗകര്യങ്ങളും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യം അയാളുടെ മനസ്സിലുണ്ട്. ജീവിതത്തിൽ രാത്രി കിടക്കപ്പായിലേക്ക് പോകുന്ന സമയത്ത് അയാൾ ഓർക്കാറുണ്ട് എന്റെ മരണത്തെക്കുറിച്ച്, ആ കിടക്കപ്പായിൽ ഞാൻ മരിച്ചാലുള്ള അവസ്ഥയെക്കുറിച്ച്. ജീവിതത്തിൽ പലപ്പോഴും അയാളുടെ മരണസമയത്ത് വരാൻ പോകുന്ന എന്തെങ്കിലും പരീക്ഷണങ്ങളുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. വമിൻ ഫിത്നത്തിൽ മമമാറ്റി, മരണത്തിന്റെ പരീക്ഷണത്തിന് രക്ഷപ്പെടുത്തണേ. അയാൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു. ഒരുപക്ഷേ വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കത്തിക്കരിഞ്ഞ് വെറും ഒരു കരിക്കട്ടയായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിനടിയിൽ ചതഞ്ഞരിഞ്ഞിട്ടായിരിക്കാം, അതല്ലെങ്കിൽ സുന്ദരമായി തന്റെ ബെഡ്റൂമിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കാം. ഏതായിരുന്നാലും ഈ ഭൂമിയിൽ നിന്ന് അയാൾ വിട പറഞ്ഞു പോകുന്ന ആ ഒരു രംഗം എങ്ങനെയാണ്? ജീവിതത്തിൽ അയാൾക്ക് സമാധാനം ലഭിച്ചുവെങ്കിൽ ആ സമാധാനമത അയാൾക്ക് മരണസമയത്ത് ലഭിക്കുകയാണ്. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും സഹോദരങ്ങളും കൂട്ടുകാരുമൊക്കെ നിസ്സഹായരായിക്കൊണ്ട് തന്റെ സഹോദരന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകുമ്പോ ഫലൗല ഇദാ ബലഅത്തിൽ ഹുൽഖും വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കുന്നില്ലേ, നിങ്ങളുടെ സഹോദരന്റെ ആത്മാവ് തൊണ്ടക്കുടിയിൽ നിന്ന് പോകുന്നത് തടഞ്ഞു നിർത്താൻ സാധ്യമാണോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം. ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സൂറത്ത് വാഖിയയിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. ഈ മനുഷ്യന്റെ ആത്മാവ് അവൻ മലക്കുകൾ എടുത്തുകൊണ്ടു പോകുന്ന സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന ബാക്കിയുള്ള ആളുകൾ, അവർക്ക് സങ്കടമുണ്ട്, അവർ കരയുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബേജാറുകളില്ല, അയാൾക്ക് പ്രയാസങ്ങളില്ല, എന്ത് സംഭവിക്കുമെന്ന ചിന്തയില്ല. കാരണം എന്ത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലത്തി കുൻതും തുഅദൂൻ. ആരെങ്കിലും അല്ലാഹുവാണ് റബ്ബെന്ന് മനസ്സിലാക്കി അത് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിനനുസരിച്ച് ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവിടെ മലക്കുകൾ സന്നിഹിതരാകും. മരണസമയത്ത് അവർ പറയും, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല, സ്വർഗം സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അയാളോട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ജീവിതത്തിൽ സമാധാനം ലഭിച്ച ആത്മാവേ, മരണമടയുന്ന സമയത്തും സമാധാനം ലഭിക്കുന്ന ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർളിയ, നിന്റെ റബ്ബിലേക്ക് സമാധാനത്തോടുകൂടി തൃപ്തിപ്പെട്ടവരായിക്കൊണ്ട് മടങ്ങിയേക്കുക. സുഖസുന്ദരമായ അള്ളാഹുവിന്റെ മാലാഖമാരുടെ ഈ ആശ്വാസം ലഭിക്കുന്ന വാക്ക്, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സമയത്ത് അയാൾക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നില്ല. അയാളതാ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായ ആദ്യമായി തിരിച്ചറിഞ്ഞ തന്റെ സൃഷ്ടാവിന് മാത്രം അയാൾ നൽകിയിരുന്ന ആരാധനകളുടെ സാക്ഷ്യവാക്യം അവിടെ ഉച്ചരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഇത് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അയാൾ വിട പറഞ്ഞു പോവുകയാണ്. അയാളുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന മലക്കുകൾ ആത്മാവുമായി പോകുന്ന സമയത്ത് ഓരോ കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. വലിയ രാജസ്വീകരണം നൽകിക്കൊണ്ട് മലക്കുകൾ അയാളെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അയാൾ എത്തുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ, ഈ ബീജഗണമായിരുന്ന മനുഷ്യൻ, അവൻ തന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു എന്ന കാരണം കൊണ്ട് അള്ളാഹു അതിയായി സന്തോഷിക്കുകയാണ്. ഈ മനുഷ്യന്റെ ഈ പ്രവർത്തനം അള്ളാഹു ഇഷ്ടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അയാളുടെ ആത്മാവിനെ ഖബറിലേക്ക്, അയാളുടെ ബോഡിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഓരോന്നോരോന്ന് ഹദീസുകളിൽ വന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, അയാൾ ഖബറിലെത്തി. അയാൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അയാളുടെ കുടുംബം, ബാക്കിയുള്ള ആളുകൾ അവരും സമാധാനത്തിലാണ്. കാരണമെന്തേ? തങ്ങളുടെ പിതാവിനെ കുറിച്ച് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. തന്റെ ഭർത്താവിനെ കുറിച്ച്, തന്റെ ഭാര്യയെക്കുറിച്ച്, തന്റെ മകനാണെങ്കിൽ അവരെക്കുറിച്ച് അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അയാൾ നന്മ ചെയ്ത് ജീവിച്ചവരായിരുന്നു. നാട്ടുകാരൻ അയാളെക്കുറിച്ച് നന്മയാണ് പറയാറുള്ളത്. അയാളുടെ ജീവിതത്തിൽ തിന്മ കണ്ടിട്ടില്ല. അയാൾ അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു. അവസാനം തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആ പിതാവിനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മകനെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രയാസമില്ല. അവർ സമാധാനപ്പെടുകയാണ്. അവർ ആ തട്ടഹസിച്ച് കരയുന്നില്ല. കാരണം അയാൾ വസിയത്ത് ചെയ്തിരുന്നു, ഞാൻ മരണപ്പെട്ടാൽ ഒരിക്കലും തന്നെ ആ തട്ടഹസിച്ച് കരയുന്നൊരവസ്ഥ നിങ്ങളിൽ നിന്നുണ്ടാകരുത്, അതെനിക്ക് പ്രയാസമുണ്ടാകും. അവർക്ക് പ്രയാസങ്ങളില്ല, അവരും സമാധാനത്തിലാണ്. ഇയാളുടെ ആത്മാവ് ഇയാളുടെ ശരീരത്തിലേക്ക് കബറിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ വരുന്നു. ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയാളോട് ചോദിക്കുന്നു, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ജീവിതത്തിൽ അയാൾ തിരിച്ചറിഞ്ഞ റബ്ബ്, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, തന്നെ സംരക്ഷിക്കുന്ന തന്റെ നാഥൻ ജീവിതത്തിന്റെ ആദർശമായിക്കൊണ്ട് അയാൾ സ്വീകരിച്ചിരുന്ന കാര്യം അയാളോട് ചോദിക്കുന്ന മാത്രമേ അയാൾ മനസ്സിലാക്കുന്നു. എന്റെ റബ്ബ് റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണ്. അയാൾക്കതിൽ സംശയമില്ല, എന്റെ റബ്ബ് അല്ലാഹുവാണ്. അടുത്ത ചോദ്യം, ഈ കാണുന്ന മനുഷ്യരാരാണ്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം മുഴുവനും ആ പ്രവാചകന്റെ മാതൃക അനുസരിച്ച് ജീവിച്ച മനുഷ്യൻ, തന്റെ ജീവിതത്തിൽ ആളുകൾ പരിഹസിച്ചിട്ടും തന്റെ വേഷം സ്വീകരിച്ചപ്പോ ആ പ്രവാചകന് ഇഷ്ടപ്പെട്ട വേഷം അതായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സ്വീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ, ആ രൂപത്തിൽ തന്റെ ജീവിതം ക്രമീകരിച്ച മനുഷ്യനതാ ഈ കാണുന്ന മനുഷ്യനാരെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നവിടെ വെച്ച് പറയുന്ന ഒരവസ്ഥ. നിന്റെ ദീനേതെന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിൽ മറ്റൊരു ദീനിനോടും അഡ്ജസ്റ്റ് ചെയ്യാതെ എന്റെ ദീൻ ഇസ്ലാമാണ്, അത് അല്ലാഹുവിന്റെ ദീനാണ്, അതിന്റെ വിഷയത്തിൽ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല എന്ന് ജീവിതത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ച മനുഷ്യൻ അവിടെയും പറയും, എന്റെ ദീൻ അത് ദീനുൽ ഇസ്ലാം, അതിൽ ഇസ്ലാമാണ് എന്നവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അയാൾക്ക് സ്ഥിരത ലഭിക്കുവാൻ അയാളുടെ കൂട്ടുകാർ, അയാളുടെ മക്കൾ, അയാളുടെ നാട്ടുകാർ, അയാളുടെ സഹോദരങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബേ ഇയാൾക്ക് നീ സ്ഥിരത നൽകണേ എന്ന്. മാത്രമല്ല സ്ഥിരതയുടെ വാക്ക് എന്ന് ഖുർആൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അയാളുടെ ജീവിതത്തിന്റെ ആദർശമായിരുന്നു. അവിടെ അയാൾക്ക് സ്ഥിരത ലഭിക്കുകയാണ്, സമാധാനം ലഭിക്കുകയാണ്. ആ ഖബറിൽ ഒരിക്കലും തന്നെ അയാൾക്ക് ഭീകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നില്ല. ആ ഖബറിനെ കുറിച്ച് അയാൾ ചിന്തിച്ചിരുന്നു, വരാൻ പോകുന്ന ആ ഖബറിനെ കുറിച്ച് അയാൾ ആലോചിച്ചിരുന്നു, അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിലെ ഭീകരമായ ശിക്ഷകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അയാൾ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഖബറിൽ ശിക്ഷ അയാൾക്ക് ലഭിക്കുന്നില്ല. ഖബറിൽ ശിക്ഷ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂത്രമൊഴിക്കുന്ന സമയത്ത് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ അല്പം അമാന്തത കാണിച്ചാൽ അത് ഖബറിൽ ശിക്ഷയ്ക്ക് കാരണമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അയാൾ സൂക്ഷിച്ചിരുന്നു. ആരെങ്കിലും കുറിച്ച്, മറ്റൊരു സഹോദരനെ കുറിച്ച് ഏഷണയും നമീമത്തും പറഞ്ഞ് അവൻ ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയുന്നത് ഖബറിൽ ശിക്ഷയ്ക്ക് കാരണമാണ് എന്ന് ഇയാൾ മനസ്സിലാക്കിയിരുന്നു, അത് അയാൾ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഖബറിലെ ശിക്ഷ അയാൾക്കില്ല. ഖബറിൽ പിന്നെ അയാൾ ആനന്ദത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിച്ചുകൂട്ടുന്ന സ്വർഗത്തിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുത്ത്, നീ എങ്ങാനും നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നിരുന്നുവെങ്കിൽ നിനക്ക് ലഭിക്കേണ്ടിയിരുന്ന നരകമാണ് എന്ന ആ സ്ഥാനവും കാണിച്ചു കൊടുത്ത് സമാധാന ചിത്തനായിക്കൊണ്ട് ആ ഖബറിൽ അയാൾ കഴിച്ചുകൂട്ടുകയാണ്. അതോടൊപ്പം ഖബറിൽ അയാൾക്ക് നന്മകൾ വരുന്നു. ഭൂമിയിൽ അയാൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി ഖബറിലും അയാളുടെ അക്കൗണ്ടിലേക്ക്, അയാളുടെ കർമ്മപുസ്തകത്തിലേക്ക് നന്മകൾ രേഖപ്പെടുത്തുകയാണ്. ഏതായിരുന്നു അത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഖത അമലുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. ഏതാ മൂന്ന് കാര്യം? അമലുൻ സ്വാലിഹാത്ത്,
അതാണോ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു? 1. 2 സദഖത്തുൻ ജാരിയ. 3 ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ്. അയാളുടെ മക്കൾ, ആ മക്കളുടെ പ്രാർത്ഥന. ജീവിതത്തിൽ തന്റെ മകനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു അയാൾക്ക്, തന്റെ മക്കളെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു അയാൾക്ക്. തന്റെ നാട്ടുകാരും കൂട്ടുകാരും നാട്ടിലുള്ള മുഴുവൻ ആളുകളും വലിയ വലിയ വിദ്യാഭ്യാസം നൽകണമെന്ന് തങ്ങളുടെ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ചിന്ത, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു മകൻ എനിക്കുണ്ടാകണമെന്നായിരുന്നു. അയാൾ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു മകന്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു മകന്. ആ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഫലവും അതാ അവർക്കൊരു കുറവും വരാതെ ഇയാളുടെ ഖബറിലേക്ക് എത്തുന്നു. അതിനു പുറമെ അവരുടെ പ്രാർത്ഥനയും ഇയാളുടെ ഖബറിലേക്ക് എത്തുന്നു. ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് അള്ളാഹുവിന്റെ ഒരു ഭവനത്തിന് വേണ്ടി തന്നെ സമീപിക്കുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള 5 രൂപയിൽ നിന്ന് 2 രൂപ അയാൾ നൽകി. എന്തായിരുന്നു കാരണം? അയാളുടെ ചിന്ത ഒന്ന് മാത്രമായിരുന്നു, ഞാൻ ഇന്നെങ്ങാനും മരണപ്പെട്ടാൽ അനന്തമായി ഞാൻ ഖബറിൽ കിടക്കുമ്പോ ഈ പള്ളിയിൽ വന്നുകൊണ്ട് സുജൂദ് ചെയ്യുന്ന മനുഷ്യരുടെ സുജൂദുകൾക്ക് അതിന് തുല്യമായൊരു പ്രതിഫലം നാഥാ നീ എന്റെ ഖബറിലേക്ക് എത്തുമെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട്, അത് ലഭിക്കണം. ആ ചിന്തയോടുകൂടി അയാൾ നൽകിയ ഒരു സദഖത്തുൻ ജാരിയ അയാളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അയാൾ മനസ്സിലാക്കിയ ഒരു അറിവ്, അത് മനസ്സിൽ വെക്കാതെ ഇതൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, തന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ, തന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുത്താൽ, തന്റെ സഹോദരന് പറഞ്ഞു കൊടുത്താൽ, തന്റെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലവും ഈ കാരണം കൊണ്ട് ഈ കേട്ടത് അവർ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതെനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച് ഇൽമ അയാൾ പറഞ്ഞു കൊടുത്തിരുന്നു. ആ ഫലവും അയാളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഖബറിലുമത അയാൾക്ക് നന്മയുടെ പുസ്തകത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഖബറിൽ അയാൾ കഴിച്ചു കൂട്ടുന്നു. അയാളുടെ മക്കൾക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനം ഖബറിൽ നിന്ന് അയാൾ പുറത്തു വരുന്നൊരു രംഗം ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഖബറിൽ അയാൾക്ക് സമാധാനം കിട്ടി. നോക്കൂ നിങ്ങൾ, മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സമാധാനം ലഭിച്ചവനെന്ന് അല്ലേ? ജീവിതത്തിൽ സമാധാനം, മരണപ്പെടുന്ന സമയത്ത് അയാൾക്കും കുടുംബത്തിനും സമാധാനം, ഖബറിലും സമാധാനം. ഇനിയോ ഈ പ്രപഞ്ചം തകർന്ന് തരിപ്പിടമാകുന്ന ഖിയാമത്ത് നാളിൽ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും